ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റവയും കോറയും വെച്ചിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കലാട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന നോക്കുമല്ലോ, നമുക്ക് വീഡിയോയിലേക്ക് പോട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാനെന്ത് കണ്ട ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു അരമുറി നാളികേരം എടുത്തു, അത് മിക്സിയുടെ ജാറിലിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് മിക്സിയുടെ ജാറിലിട്ടു. പിന്നെ നമുക്ക് പച്ചമുളക് ചേർക്കണം, അതിൽ എരിവിനായിട്ട് പച്ചമുളകാട്ടോ ചേർക്കണം. അപ്പോൾ പച്ചമുളക് ചേർത്തു, ഒരു വലുതായി കാരണം ഒരു 1.5 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് കയ്യിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ ഒരു 4 അണ്ടിപ്പരിപ്പില്ലേ, അത് ചേർത്തിട്ട് അരയ്ക്കാൻ ചട്നിയിൽ. അത് കൂടി നമുക്ക് നന്നായി മിക്സാക്കിയിട്ട് അരച്ചിട്ട് വരാം. മിക്സാക്കി അരച്ച് കൊണ്ടുവന്നിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിൻ്റെ അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് ടീസ്പൂൺ തന്നെ ഉഴുന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ രണ്ടും കൂടി ഒന്ന് പൊട്ടി ശരിയാവട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്തു കേട്ടോ. കടുകും ഉഴുന്നൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 3 വറ്റൽമുളക് ചേർത്തു. പിന്നെ അതിലേക്ക് ഒരു 1/2 സബോളോളം അരിഞ്ഞ് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ചട്നി ഉണ്ടാക്കുമ്പോൾ അത് അതിൻ്റെ ഒപ്പം വാടി കിട്ടിയാൽ ഒക്കെ വാടിയപ്പോൾ ഞാൻ അതിലേക്ക് അരച്ച് കൊണ്ടുവന്ന നാളികേരം ചേർത്ത് കൊടുത്തു. ഇതൊക്കെ ഒന്ന് ഒരുവിധം ചെറുതായി തിളവന്ന് തുടങ്ങിയിട്ടിട്ട് ചട്നീനെ നമുക്ക് ഇനി ഇറക്കി വയ്ക്കാം കേട്ടോ. എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ അത് നെയ്യൊന്ന് മെൽറ്റായി കിട്ടിയിട്ട് കേട്ടോ. നെയ്യ് മെൽറ്റായി കിട്ടിയപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്തു. പിന്നെ 1 ടീസ്പൂണോളം ഉഴുന്നും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്തു. പച്ചമുളക് 2 ചെറുതാക്കി അരിഞ്ഞ് ചേർത്തു. പിന്നെ അതിലേക്ക് സബോള ഒരു അര ഭാഗത്തോളം, വലിയൊരു സബോള കേട്ടോ, അതിൻ്റെ അര ഭാഗത്തോളം സബോളയും അരിഞ്ഞ് ചേർത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായി വാടി വന്നപ്പോൾ അതിലേക്ക് നാളികേരം ഒരു അരമുറി ചേർത്ത് കൊടുത്തു കേട്ടോ, ഉപ്മാവിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നാളികേരമൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ആ ചെറിയ ഒരു ബൗള് റവ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി റവ നന്നായി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല മണം വരുമ്പോൾ, റോസ്റ്റ് ചെയ്ത് നല്ല മണം വരുമ്പോൾ നമുക്ക് ഇപ്പോൾ റവ റോസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അതിൽ ആ കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് കോറയും ചേർത്തു കേട്ടോ. കോറാന്ന് റാഗിപ്പൊടി ഇല്ലേ, അതാണ് കേട്ടോ ചേർത്തുള്ളത്. റാഗിപ്പൊടി ചേർത്തു. അപ്പോൾ രണ്ടും കൂടി നന്നായി റാഗിപ്പൊടി കൂടി ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അല്ല രണ്ടിൻ്റെ മണം വന്നൊഴുകി നല്ല പൊടി അത്യാവശ്യം മൂപ്പായപ്പോൾ ഞാൻ പൊടി അളന്നെടുത്ത കപ്പില്ലേ, അതുകൊണ്ട് 4 കപ്പ് വെള്ളം അതിൽ ചേർത്ത് കൊടുക്കാം പൊടി വേവാൻ വേണ്ടിയിട്ട്. 4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ. ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി മിക്സാക്കി ഇളക്കുക. നന്നായി തീ കുറച്ചിടുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സാക്കി ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ഇളക്കി കൂട്ടുക കേട്ടോ. അപ്പോൾ ഇത് വെള്ളം വലിഞ്ഞ് വന്നു തുടങ്ങിയിട്ട് ഉപ്പ് ചേർത്ത് ഇപ്പോഴാണ്. എന്നിട്ട് നന്നായി മിക്സാക്കി ഇളക്കുക കേട്ടോ. നന്നായി ആ വെള്ളം വലിച്ച് കട്ടയാക്കി എടുക്കണം കേട്ടോ ഉപ്പുമാവ്. പിന്നെ ഇപ്പോൾ നന്നായി ഇത് വെള്ളം വലിഞ്ഞ് വന്നു തുടങ്ങിയിട്ടാ. നന്നായി ഒന്നുകൂടി വെള്ളം വലിക്കണം, കട്ടായി കണ്ടത്. ഇപ്പോൾ ഇതൊരു വിധം കട്ടായി മാറി തുടങ്ങിയില്ല. ഒരു 5 മിനിറ്റോളം നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായി ആവിയിൽ വെന്തോളും. അപ്പോൾ എല്ലാം ഒതുക്കി കൂട്ടിയതിൻ്റെ ശേഷം നമുക്കൊരു മൂടി കൊണ്ടൊന്ന് മൂടി വയ്ക്കാം കേട്ടോ, ഒരു 5 മിനിറ്റോളം. അപ്പോൾ നന്നായി മാവിന് നല്ല വെവായി കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി എടുത്തിട്ട് നോക്കുമ്പോൾ കണ്ടത് നല്ല സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടിട്ട് മുഴുവനായി വെന്തുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഞാനതൊരു ബൗളിലിട്ടിട്ട് ഒരു കിണ്ണത്തിലേക്ക് കൊട്ടിയിട്ടോ. കണ്ട നല്ല ഭംഗിയിലിരിക്കണില്ലേ. ഇനി അതിൻ്റെ ഒപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച ചട്നി 4 പുറം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് അങ്ങനെ. അപ്പോൾ ആ ചട്നിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി 1 ടീസ്പൂൺ എടുത്തിട്ട് അതിൽ കുത്തിയിട്ട് ചട്നിയിലും കൂടി മിക്സാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ചട്നിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, ഉപ്മാവും നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ
ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. എല്ലാവർക്കും ബായ്.